ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കാര്യം ഹരി അറിയിച്ചായിരുന്നോ? ആദ്യം അറിയേണ്ടത് ഹരിയല്ലേ. അയാളുടെ സന്തോഷമല്ലേ നമുക്കെല്ലാവർക്കും കാണണ്ടേ? അറിയിച്ച നിത്യ? ഇല്ല. ആന്ത് പറ്റി? എന്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുടുംബാംഗങ്ങളെ പോലെ. താങ്കൾക്ക് എന്നോട് എന്ത് വേണേലും പറയാം. ജെആറിന്റെ ദാമ്പത്യ ബന്ധം അത്ര സുഖകരമല്ല അല്ലേ? ഇന്നെന്റെ മുന്നിൽ ചികിത്സിക്കാൻ ഒരു പെൺകുട്ടി വന്നിരുന്നു. അവളുടെ മുഖത്ത് അവളുടെ ഭർത്താവ് തല്ലിയ പാടുണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയോട് ഞാൻ ചോദിച്ചപ്പോ അതവരുടെ മകൻ തല്ലിയതാന്നാ പറഞ്ഞേ. എന്റെ ക്യാബിനിൽ നിന്ന് അവരെ ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അത് ജെആറിന്റെ ഭാര്യയും അമ്മയുമാണെന്ന്. താങ്കളെ പോലെയുള്ളവര് സൊസൈറ്റിയിൽ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ആളാണല്ലോ. എന്നിട്ടും സർ, ഐ എം റിയലി സോറി. ഈ ബിസിനസ്സിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ചില നേരത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ടെൻഷൻ. സർ, നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളോടാണ് നമ്മളത് തീർക്കുക. എനിവേ അതൊരു ചെറിയ പ്രശ്നമാണ്. ചോദിച്ചതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് വൈഫ് വിളിച്ചിരുന്നോ? ഇല്ല, ചിലപ്പോൾ പിണക്കമായിരിക്കും. പിണക്കം തീർക്കണം. ബിക്കോസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയമാണിത്. ഭാര്യ അതൊരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഷീസ് പ്രഗ്നന്റ്. നിങ്ങളൊരു അച്ഛനാകാൻ പോകുന്നു. ഡോക്ടർ അരവിന്ദൻ എന്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്നത് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു. അതങ്ങനെയാണ്. ഞാൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നെ തേടി വരും. ഇപ്പൊ എല്ലാവർക്കും എന്താ തോന്നുന്നത്? പേടിയല്ലേ? ഞാൻ നിത്യയെ കൊല്ലും എന്ന പേടി. എടാ, ഇവിടെ തൊട്ടുപോകരുത്. ഞാനെന്തിനാ അവളെ തൊടുന്നേ? അതെങ്ങനെ തൊടാൻ പറ്റും? മറ്റൊരുത്തന്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ തൊടുന്നത് അന്യായമല്ലേ? അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. നിത്യ, നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്തു പറയാനാ, നിന്നെ ഒരാൾ നോക്കുന്ന പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതെന്റെ തെറ്റ്. നമ്മൾ സംസാരിച്ചപ്പോ എവിടെയോ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് നീയെന്ന്. പോട്ടെ, ഇനി അതൊന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കും. മനസ്സ് നിറച്ച് ആഘോഷിക്കും. അതുകൊണ്ട് തന്നെ നിത്യയോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. നാളെ രാവിലെ നമ്മൾ അച്ഛനെ കാണാൻ പോകുന്നു. അച്ഛനോട് ഈ സന്തോഷ വാർത്ത നിങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഞാനാണ് പറയാൻ പോകുന്നത്. അമ്മ ഇപ്പോഴും എന്നെ വിശ്വസിക്കില്ല എന്നറിയാം. പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. ഓരോ നിമിഷവും സ്വഭാവം മാറിക്കൊണ്ട് നിൽക്കുന്നൊരു മകനെ എങ്ങനെ വിശ്വസിക്കാനാ, അല്ലേ? ഇന്ന് മുഴുവൻ നമ്മുടെ ആഘോഷം. ശരവണ, നീ എന്താണ് അങ്ങനെ മിണ്ടാൻ നിൽക്കുന്നത്?
ഈ നിൽക്കുന്ന ആരാടാ? നിന്റെ പെങ്ങളല്ലേ? പെങ്ങളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുന്നു പറയുമ്പോ നിന്റെ മുഖത്ത് സന്തോഷമല്ലടാ വേണ്ടേ? ചിരിക്കേ. എന്താ സോമി? ആ ശരി, ഞാനിപ്പോ വരാം. എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചെത്തും. ആ ചോദിക്കാൻ മറന്നു, ഈ കാര്യം ഹരി അറിയിച്ചായിരുന്നോ? ഷേ, ആദ്യം അറിയേണ്ടത് ഹരിയല്ലേ. അയാളുടെ സന്തോഷമല്ലേ നമുക്കെല്ലാവർക്കും കാണണ്ടേ? അറിയിച്ച നിത്യ? ഇല്ല. ആന്ത് പറ്റി? ഞാൻ വിളിക്കണോ ഹരിയെ? വേണ്ട. ഓ ഓ ഓ ഓ ഓ ഓ ഓക്കെ, എങ്കിൽ ഞാൻ പോയിട്ട് വരാം. അതിനിടയിൽ ആവശ്യമില്ലാത്തതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നിത്യയുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല, ഹരിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പോയിട്ട് വരട്ടാമേ. ആരറിയരുതെന്നാണോ നമ്മൾ കരുതിയത്? എല്ലാം അറിഞ്ഞ് അവൻ തന്നെ നമ്മുടെ മുമ്പിലെത്തി. എന്നമ്മ ഇവരിന്ന മാതിരിയല്ല. അറിയില്ല ശരവണ. ഒന്നുകിൽ എല്ലാം ഒന്നിച്ച് അവസാനിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ സംഭവിക്കാനിരിക്കുന്നു. എന്താ സാർ, എന്താ പെട്ടെന്നൊരു വിളി? ജയാർ, അനന്തനെ നിങ്ങളുടെ ആളുകൾ അന്വേഷിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. അവന്റെ വീട്ടില്, അവന്റെ ബന്ധുക്കളുടെ വീട്ടില്, സ്ഥിരമായിട്ട് അവൻ കയറി ഇറങ്ങുന്ന ഓഫീസുകളിൽ മുഴുവൻ തിരക്കി. സ്ഥലത്തില്ല എന്ന് പറഞ്ഞ ഭംഗിയായിട്ട് ജയാറിന്റെ കണ്ണുകൾ അവർ വെട്ടിച്ചു, ഹരി അനന്തനും കൂടെ. ഈ അനന്തനുണ്ടല്ലോ, അയാൾക്കൊരു മാനസഗുരുവുണ്ട്, പ്രൊഫസർ ഗുപ്തൻ. വയസ്സ് 108 പൊതുരംഗത്തേക്കൊന്നും ഇറങ്ങാറില്ല. പക്ഷെ സംസ്ഥാനത്ത് നടക്കുന്ന പല സംഭവങ്ങളുടെയും സൂത്രധാരൻ ഇപ്പോഴും അയാളാണ്. ഞാൻ അറിഞ്ഞ നിലയ്ക്ക് മീഡിയാസിൽ നിത്യേന പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ മുഴുവൻ ഉറവിടം ഗുപ്തനാ. മധുര നൊമ്പരക്കാറ്റ്